ഷെവിൻ ഡോക്ടർ നമ്മളെ ഇഷ്ടമുള്ള അവസ്ഥ ഇപ്പൊ എന്താണ്? സെറ്റാണ് ഇപ്പൊ എല്ലാം വന്നു. ഇഷ്ടമുള്ള അവസ്ഥ എന്താ ഇപ്പൊ? അതെ അതെ, നിങ്ങൾ റിപ്പോർട്ട് തന്നിട്ട് മുങ്ങിയതാണല്ലോ. വേറെ എനിക്ക് കുറെ പേര് എന്നോട് ചോദിച്ചു, എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഒന്ന് രണ്ടാൾ ചോദിച്ച്, അത് ശരിക്കും ഒരു കുട്ടിയാണോ അതോ വേറെ കുട്ടിയാണോ, കുറെ രണ്ടാനമ്മയാണോന്ന് ചോദിച്ച ഒരാള്. ഹായ്, അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ലീവ് കിട്ടിയില്ലേ. ഇന്നലെ വേൾഡ് കപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കണ്ടിരുന്നോ മാച്ച്? നമ്മളെ സ്പെയിൻ ഒടുവിൽ കപ്പ് തൂക്കിയില്ലേ. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അർജന്റീന ഇതാ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഫൈനൽ കഴിഞ്ഞപ്പോൾ ഓള് സ്പെയിൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ എമിമോന് പിന്നെ അന്നും ഇന്നും ഏത് എമിമോന് ഏതാ? അവന്റെ നിലപാടിന് മാറ്റമൊന്നുമില്ല കേട്ടോ. അവൻ അന്നും ഇന്നും എന്നും റൊണാൾഡോ ആണ് കേട്ടോ. നമുക്ക് തിങ്കളാഴ്ച പ്രതീക്ഷിക്കാതെ സ്കൂളിൽ ലീവ് കിട്ടിയോണ്ട് നമുക്കൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അതുപോലെ നമ്മളെ ഇഷമോൾക്ക് പല്ലുവേദന കുറേ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊന്ന് ഏതായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ ഇഷമോളെ? അപ്പോൾ അതിനും കൂടി ആണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് യാത്ര. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ കുറേ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് ഡെയിലി വ്ളോഗ് ഇടുമോ ഡെയിലി വ്ളോഗ് ഇടുമോ എന്ന്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണ് എന്നുള്ളത്. അപ്പം നമ്മളെ മാമിയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് മാമീൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു. നമ്മളെ പ്രേതാലയത്തിൻ്റെ ഷൂട്ടായിരുന്നു. നല്ല രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഷൂട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രേതാലയം തീരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രേതാലയമാണോ അതോ രണ്ടാനം വേണോ ഇഷ്ടം എന്നൊന്ന് പറയണം കേട്ടോ. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രേതാലയം നിർത്തല്ലേ. രണ്ടും കൂടി സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റണ ഈ ആഴ്ച ക്ലാസ്സൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും ഇതുപോലത്തെ അവധി ദിവസങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ തിരൂരെത്താനായിട്ടോ. ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇതാ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ തിരൂര്. അപ്പം അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ ഇഷമോൾക്ക് എമിമോൾക്ക് നമ്മളൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാമറ കേട്ടോ. അതാ ഇഷമോൾക്ക് പിങ്ക് കളറും എമിമോൾക്ക് ബ്ലൂ കളറും ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എമിമോനെ എൻ്റെ ക്യാമറ കാണിച്ചു കൊടുക്കൂ. ഇതാ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പണ്ടത്തെ നോക്കിയ ഫോൺ ഉണ്ടല്ലോ, അതിൽ ഫോട്ടോ എടുത്താൽ അതേ ക്ലാരിറ്റി ആണ് അതിൽ ഫോട്ടോ എടുത്താലോ. ഇഷ ഫോട്ടോ എടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇതാ ഇഷ ഇതിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അത് ഈ ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഇതാ ഈ ക്ലാരിറ്റി ഒക്കെയാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഷോപ്പ്. രാത്രിയും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴും ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഇവിടെ കയറും കേട്ടോ. ഇവിടുത്തെ ചായ നല്ല അടിപൊളിയാണ്. അപ്പോൾ യെസ്ലാൻ എന്നാട്ടെ പേര്. അപ്പോൾ നമ്മളിതാ ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ള. ഹെമിമോന് ബർഗറും നീഷക്കാണെങ്കിൽ കട്ട്ലേറ്റും ഷെഫാക്ക ഞാനൊരു വെജ് റോളും ആണ് കേട്ടോ. ഇതും അടിപൊളി കേട്ടോ ഇവിടുത്തെ. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബർഗർ അല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഇവിടുത്തെ ചായ അതും അടിപൊളിയാണ് കേട്ടാ. ഈ ചായന്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് കയറുന്നത്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാത്രം ചായ കുടിച്ചാൽ പോരല്ലോ, വണ്ടിക്കും എന്തെങ്കിലും കൊടുക്കേണ്ടതാ. വണ്ടി കൊടുക്കാനായിട്ട് നമ്മളിതാ ഈ ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ പമ്പിലേക്ക്. ഇപ്പോൾ ഏകദേശം സമയം 1:13 നമ്മൾ ഈവനിങ് ഔട്ട് കൊടുക്കാനുള്ള വീഡിയോ എടുക്കാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം ഷൂട്ട് ചെയ്തിട്ട് ഔട്ട് കൊടുക്കണം. അങ്ങനെ വണ്ടിൻ്റെ വിശപ്പൊക്കെ മാറ്റി നമ്മളിതാ വീണ്ടും നമ്മളെ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഇഷിയമ്മിനും കൂടി ചെറിയ തല്ലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ടൈമിന്. വീഡിയോയിൽ കാണുന്നത് നോക്കണ്ട, ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ടോമാഞ്ചറിയാണ്. എമിമോനെ നീ എന്താ ചെയ്യുന്നത്? നീ എന്തൊന്നും മിണ്ടാത്തത്? വാ ഇങ്ങോട്ടേക്ക് വാ. ഫോണ് കാണല് തുടങ്ങിയിട്ടോ. ഫോണ് കാണുന്ന നല്ല കുട്ടിയാണ്. കണ്ട അമ്മച്ചിൻ്റെ വീഡിയോ തന്നെയാണ് അവന് കാണുന്നത്. എന്താല്ലേ. അങ്ങനെ നമ്മളിതാ നമ്മളെ സിബിമാമിൻ്റെ വീട്ടിലെത്തിയിട്ടാ. നമ്മൾ ഇതിലൂടെയാണ്
ഇവിടുന്ന് തറവാട്ടിലേക്കുള്ള വഴിയാണ്. അപ്പൊ നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യുക. ഈ വീട് നമ്മൾ നോർമൽ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഹോം ടൂർ നമ്മൾ കാണിച്ചിരുന്നു. നമ്മളെ സിബി മാമിന്റെ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. പക്ഷെ നമ്മളെ ഇഷ്ടംപോലെ പള്ളി ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ 6 മണി വരെയുള്ളൂ ഡോക്ടർ. അപ്പോൾ നമ്മൾ നാളെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മളെ മാമീൻ്റെ മോളാണ് റിസമോള്. ഇവള് മലബാർ കോട്ടക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഓളെ സ്കൂളിലത്തെ കുറച്ച് കുട്ടികൾ നമ്മളെ രണ്ടാമത്തെ മകൾക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അപ്പം നമുക്കത് നോക്കാം. ലെറ്റർ ടു ഹബീബാസ് വ്ലോഗ്, രണ്ടാമത്തെ മകളും. From Malabar School students. ഫ്രം 7th B കുട്ടികളാണ് കേട്ടോ. മലബാർ സ്കൂളിലത്തെ 7th B കുട്ടികളാട്ടോ അവർക്ക് അയച്ചിട്ടുള്ളത്. ഭയങ്കര സന്തോഷം. എന്തായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത് ഹായ്, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. താങ്ക് യു. ഞങ്ങളുടെ നെയിം വീഡിയോയിൽ പറയാൻ മറക്കരുത് എന്ന്. സാനിയ, ആയിഷ, ഇഷ, സഹ്റ, മെഹ്നൂർ, മെഹ്ന, ഇതൊക്കെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പേര്. വീഡിയോസ് നല്ല രസമാണ് കാണാൻ. നിങ്ങളുടെ പുതിയ സീരീസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. വീഡിയോസ് കാണാൻ നല്ല ഇഷ്ടമാണ്. ഇഷയും എമിനും എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു ദിവസം സെക്കൻഡ് എപ്പിസോഡ് ചെയ്യണം. അത് ഞങ്ങൾക്ക് 2 എപ്പിസോഡ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗിവ് അവേ വേണം. ഗിവ് അവേ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ കൊടുക്കാറ്, യൂട്യൂബിലല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റൂട്ടോ ഈ ഗിവ് അവേ ഒക്കെ. ആൻഡ് ആൾ താങ്ക് യു ഫോർ റീഡിങ് ദിസ്. ആൻഡ് ഇത് ഒരു വീഡിയോ ആക്കി വീഡിയോസ് ചെയ്യാൻ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യൂലേ എന്ന്. ഓ തീർച്ചയായിട്ടും ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ലെറ്റർ അയച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന മക്കളുണ്ടല്ലോ, മാഷാ അല്ലാ, ഭയങ്കര സന്തോഷം. അപ്പം നേരം കുറേ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഒരാൾക്ക് സർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളെ കൂടെ സർപ്രൈസ് കൊടുക്കാനായിട്ട് നമ്മളെ സിബി മാമിയും ഭാവിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടാവും. ഡോക്ടർ ഷെറിനാണ്, നമ്മളെ ഫ്രണ്ടാണ്. ഓളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ അറിയാതെ നമ്മൾ മഞ്ചേരിയിലുള്ള മൗസ് കഫേയിലേക്ക് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാൻ വരും. ഞാൻ പറഞ്ഞ ഡോക്ടർ ആരാന്ന് വെച്ചാൽ നമ്മുടെ 2ാം മീൽ ഇഷമോളെ ബോധം പോയപ്പോൾ 2 ഡോക്ടർമാർ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അവരാണ് കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ നമുക്ക് ഓരോ പരിപാടി കാണാം. ശരിക്കിലുള്ള ഡോക്ടർമാർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കാം. എവിടെയാണ് ആളെവിടെ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഡോക്ടർ ഷെറിന്. അപ്പോൾ ഷെറിൻ ഡോക്ടർ, നമ്മളെ ഇഷ്ടമുള്ള അവസ്ഥ ഇപ്പം എന്താണ്? സെറ്റാണ്. വന്നോളൂ ഇല്ലേ? കുറെ ആൾക്കാർ ടെൻഷനിലാണ്, ഓർമ്മ എന്നാ വരിക, ഇഷ്ടമോൾ അങ്ങനെ കാണാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ബാക്കിയുള്ള അപ്കമിങ്. നമ്മളെ മെയിൻ ഡോക്ടർ ഇപ്പൊ വരും കേട്ടോ. മെയിൻ ഡോക്ടർ ഒന്നും അറിഞ്ഞിട്ടില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. അതാ വരുന്നത്. പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. അസ്സലാമലൈക്കും. വരും. ഓ അടിപൊളി കേൾക്കുന്നല്ലോ ഡോക്ടർ. വരും വരും. അപ്പൊ ഡോക്ടർ ബർത്ത്ഡേ ആണ് ഇന്ന്, നാളെ അല്ലേ? നമ്മളെ ഡോക്ടർ ബർത്ത്ഡേ ആണ്. അവനായി 12 ആവുമ്പോ എന്താണ് പറയാനുള്ളത്? എന്താണ്, നല്ല സന്തോഷമുണ്ട്. ഇത്രയും വർഷം ജീവിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയാ കിട്ടിയത്? ഈ ഷെറിന് കിട്ടിയത് തന്നെ ലൈഫില് വല്ല അല്ലേ? അതെന്തായാലും പറയണമെന്ന് പറഞ്ഞാണ്. അത് പറയാൻ പറഞ്ഞതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ലൈഫൊക്കെ നന്നായിട്ട് പോവാണ്. ഇനി അടുത്ത വർഷം ഇതേപോലെ തന്നെ ആവട്ടെ അല്ലേ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ആവട്ടെ. ഹാപ്പി ആവട്ടെ. ഇഷമോളുടെ അവസ്ഥ ഇഷമോളെ അവസ്ഥ എന്താ? ഇഷമോളെ അവസ്ഥ അതെ അതെ, നിങ്ങൾ റിപ്പോർട്ട് തന്നിട്ട് മുങ്ങിയതാണല്ലോ. വേറെ എനിക്ക് കുറെ പേര് എന്നോട് ചോദിച്ചത്
എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഒന്ന് രണ്ടാൾ ചോദിച്ച് അത് ശരിക്കും ഒരു കുട്ടിയാണോ അതോ വേറെ കുട്ടിയാണോ കുറെ രണ്ടാനമ്മയാണോന്ന് ചോദിച്ച ഒരാള്. പിന്നെ ഒരാൾ ചോദിച്ചാൽ അത് ശരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അങ്ങനെ എടുക്കുകയാണോ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എടുക്കണല്ലോ. അപ്പൊ അത്രയും വ്യൂവേഴ്സ് ഉണ്ട്, അതാണ് അവിടെ. ഡോക്ടർ ഇനിയും ഞങ്ങൾ അതിലേക്ക് പ്രതീക്ഷിക്കുന്നു. ആയിക്കോട്ടെ, നോക്കാം. വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, അതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഡോക്ടർക്ക് കൊടുക്കുന്ന സർപ്രൈസ് കേക്കും ഗിഫ്റ്റൊക്കെ അതാണ് കേട്ടോ. നമ്മളല്ല കേട്ടോ, ഡോക്ടറാണ് കൊടുക്കുന്നത്. ഡോക്ടർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അതെ അതെ, ഹാപ്പി ബർത്ത്ഡേ മൂസിം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷുഗർ ഫ്രീ. വളരെ വിലപിടിപ്പുള്ള അല്ലേ 18 Pro Max ആണോ ഡോക്ടറെ? 916 റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൗസർക്ക് വന്നതാണ് കേട്ടോ. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. അപ്പം ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.